ഹലോ, അപ്പം എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ കലവറയിൽ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ദോശയുടെ പരീക്ഷണം എങ്ങനെയാണെന്ന് നോക്കിയാലോ, വായോ. അപ്പോൾ അതേ ചെറുപയർ ഞാൻ കാലത്ത് തന്നെ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഒരു 1-2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്താൽ മതിയാവും. ഞാൻ കാലത്തെ ഇട്ട് വെച്ചു എന്നേ ഉള്ളൂ. അതിലേക്ക് ഉള്ളി, ഇഞ്ചി ഇത് ചേർത്തിട്ട് നമ്മളിത് മൂന്നും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ആവശ്യത്തിന് കുറച്ചേശ്ശെ നോക്കി നമ്മൾ പാകത്തിന് ഒഴിച്ചാൽ മതി. കാരണം ഒറ്റയടിക്ക് നമ്മൾ ഒഴിച്ചാൽ ചിലപ്പോൾ കൂടും. വെള്ളം കൂടുതലായാൽ അത് ദോശയുടെ പരുവത്തിലേക്ക് കിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് നോക്കി നന്നായിട്ട് ഇത് മൂന്നും അരച്ചെടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നതാണ് ബദാം പൊടിച്ചതാണ്. അപ്പോൾ എന്തായാലും ഒരു ഹെൽത്തി ദോശയല്ലേ, കുറച്ചും കൂടി അങ്ങോട്ട് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ചേർത്തു എന്നുള്ളത് ഓപ്ഷണലാണ്. നമ്മുടെ ഇഷ്ടമാണ് എന്തൊക്കെ ചേർക്കണം എന്നുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എല്ലാവരും വീഡിയോസിൽ പറയുന്നുണ്ട് കുറച്ചും കൂടി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്. ഞാനിപ്പോൾ നേരമില്ലാത്ത കാരണം റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല. കാരണം ശിവാക്ഷ അംഗനവാടി പോയിരിക്കുകയാണ്. അപ്പോൾ അവനെ കൊണ്ടുവരേണ്ട നേരമായി തുടങ്ങി. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് റെഡിയാക്കണം. അപ്പോൾ ദേ ദോശക്കല്ല് ചൂടായി, അതിലേക്ക് എണ്ണ പുരട്ടി. നിങ്ങളുടെ അവിടെ ഈ എണ്ണ വാഴത്തണ്ട് കൊണ്ടാണോ പുരട്ടുക? ഇവിടെ സ്ഥിരം അതാണ് യൂസ് ചെയ്യുക. ഇനി ദേ നമ്മൾ ദോശ ഇങ്ങനെ പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയെടുക്കരുത്. ഇതേപോലെ എന്നെപ്പോലെ തിരക്ക് കൂട്ടി പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരു കോമാങ്ങ പരുവത്തിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പതുക്കെ ചെയ്താൽ മതിയാവും. ഇത് ഞാൻ തിരക്ക് കൂട്ടി ചെയ്തുകൊണ്ടാണ് ഇതുപോലെ ഒരു മെനി ഇല്ലാണ്ടിരിക്കണത്. ഇനി അതിലേക്ക് നമ്മൾ ബാക്കി വെച്ച ബദാം പൊടിച്ചത്, അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ നമുക്കത് നേരത്തെ മിക്സ് ചെയ്തപ്പോൾ മുഴുവൻ ചേർക്കാം. ഇനി ചേർത്തില്ല വെച്ചാലും കുഴപ്പമില്ല. ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കല്ല, ഒരു ഭംഗിക്ക് ഇരുന്നോട്ടേന്ന് വെച്ച് വെറുതെ അങ്ങോട്ട് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ചേർത്ത് നമ്മൾ മറച്ചിട്ടു. ഇപ്പോൾ കണ്ടോ, പൊട്ടാതെ നല്ല ദോശ പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ചെറുപയറിൻ്റെ ആ നല്ലൊരു പച്ച കളറും ഇല്ല, ഒരു ഗോതമ്പ് ദോശയുടെ ഒരു ബ്രൗണിഷ് കളറും ഉണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ലൈറ്റ് കളറിൽ നല്ല ചുടാ ദോശ റെഡി. ഈ ദോശ നല്ല സോഫ്റ്റായിരിക്കും. നമ്മൾ പരിദോശയൊക്കെ ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മുറുമുറുക്കായിരിക്കും. ഇതിനതൊന്നുമില്ല. ഇത് എപ്പോൾ എടുത്താലും സോഫ്റ്റ്. ഇപ്പോൾ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഇങ്ങനെ കൂടുതൽ സോഫ്റ്റ് ആവുമല്ലോ, അതേപോലെ സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ അതേ അടുത്ത ദോശ നമ്മൾ ചുട്ടെടുത്തു. ഇത് കുഴപ്പമില്ലാതെ കിട്ടി തോന്നുന്നു അല്ലേ? ഇത് എനിക്ക് തോന്നുന്നു തിരക്ക് കൂട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. ആദ്യത്തെ ദോശ ശരിയാവുമോ കൊളാവുമോ എന്ന് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പരത്തി ഉണ്ടാവുക. എനിക്ക് ഇങ്ങനെ ആ ഒരു എനിക്ക് ഓർമ്മയില്ല. ഇതേ ഞാൻ കുറച്ച് ഡെക്കറേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ച് ചെയ്തതാണ്. പക്ഷെ കുളമായിപ്പോയി. വലിയ മെന കിട്ടിയില്ല. ഇങ്ങനെയല്ല ശരിക്കും ചെയ്യുക. വേറൊരു രീതിയിലാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. വേറെ രീതിയിൽ മടക്കിയിട്ടാണ് ഒരു ബട്ടർഫ്ലൈ ലുക്കിൽ വെക്കുക. ഇതൊരു മാതിരി ഫാൻ്റെ ലുക്കായിപ്പോയില്ലേ. സാരിയിൽ അടുത്തേൽ പിടിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഹെൽത്തി ദോശ. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.